ഹലോ നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയുമായിട്ടാണ്. നമുക്ക് മത്സ്യമൊന്നും കിട്ടാതെ ചില ദിവസങ്ങൾ വരുവാണെങ്കിൽ മീന് അത്യാവശ്യമായ ആൾക്കാരെ നമുക്ക് ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുന്നതാണ്, അവരെ പിടിച്ച് നിർത്താൻ പറ്റുന്ന കറിയാണിത്. അപ്പോൾ കവീസ് വേൾഡിലേക്ക് സ്വാഗതം. ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു വെള്ളരിക്കയും കുറച്ച് ചെമ്മീനും, ഉണക്ക ചെമ്മീൻ, അതൊരു 100-150 ഗ്രാമോ ഉണക്ക ചെമ്മീനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ ഈ കറിയൊന്ന് നിങ്ങൾ ഫസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്കൊരു ലൈക്കും തരണം, ഒരു സബ്സ്ക്രിപ്ഷനും തരണം നിങ്ങൾ എനിക്ക്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളരിക്ക ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ വലുപ്പത്തിലാണ് മുറിക്കേണ്ടത്. അപ്പം മുറിച്ചതിന് ശേഷം നന്നായിട്ടൊരു 2-3 വെള്ളത്തിൽ കഴുകുക. അതിനുശേഷം കുറച്ച് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഉപ്പ് നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടത്, പിന്നെ ഒരു പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ വേവിക്കണം. വെള്ളരിക്ക ആകുമ്പം അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം മാത്രമേ വേണ്ടുള്ളൂ. കാരണം വെള്ളരിക്ക വെന്ത് വരുമ്പം അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഞാനിപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നത്. ഇനിയിപ്പം ഒരു ഓഫീസ് ഗോയിങ് ലേഡി ആണെങ്കിൽ, ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ വെള്ളരി നമുക്ക് കുക്കറിലിട്ടിട്ടും വേവിക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് ഈ ഉണക്ക ചെമ്മീൻ നമ്മൾ ചീൻചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കണം. ചെറു ചൂടിലിട്ടിട്ട് മാത്രമേ വറക്കാൻ പാടുള്ളൂ, കാരണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിം ചെറുതായിട്ട് വെക്കണം. അപ്പം അതൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഇളക്കിയിട്ടില്ലെങ്കിൽ ആ ഭാഗം കറുത്തു പോകും. അപ്പം നന്നായി മൊരിഞ്ഞൊന്ന് പൊട്ടുന്ന ആ ഒരു പാകത്തിലേക്ക് വരെ നമ്മൾ അതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒരു മുറത്തിലേക്ക് ഇട്ടിട്ട്, മുറോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലോ ഇടാം. എന്നിട്ട് ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് നമ്മൾ അതിനിങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കാം. എന്തിനാണ് പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്സിൽ തന്നെ അതിൻ്റെ വാലും തലയും ഒക്കെ രണ്ടായി വിഭജിക്കും, വേർതിരിഞ്ഞ് വരും. അപ്പോൾ നമുക്കതിന് അതിൻ്റെ നല്ല ഭാഗം എടുക്കാനായിട്ട്, കളക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ആക്കി അതിൻ്റെ തൂളിയൊക്കെ ഒന്നിങ്ങനെ പാറ്റി കളഞ്ഞിട്ട് അതിനെ രണ്ടാക്കി വെക്കും. തല വേറെയും ബാക്കി വേണ്ടാത്ത ഭാഗങ്ങൾ വേറെയും കിട്ടും, നമുക്ക് നല്ല ഭാഗങ്ങൾ വേറെയും ആക്കി വെക്കും. അപ്പം ഇതുപോലെ ഇതിപ്പോൾ വലത്ത് ഭാഗത്ത് കാണുന്നത്, ഈ ഭാഗത്ത് കാണുന്നത് വേണ്ടാത്തതാണ്, അപ്പുറത്തതാണ് നല്ല ഇത് വരുന്നത്, നല്ല ചെമ്മീൻ വരുന്നത്. നമ്മളിപ്പോൾ ഒരു 100-150 കൊടുത്താൽ അതിന് കുറച്ച് ജാസ്തി പോകും. നമുക്ക് ഉണക്കിൻ്റെ രുചി കൂടുതൽ വേണമെങ്കിൽ അത് കൂടുതലാക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പ് ശരിയാക്കാം. ഇതിപ്പോൾ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മുളകും മഞ്ഞളും ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, എന്നാൽ മാത്രമേ കറിക്ക് രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അരക്കാൻ പോവാം. ഇതിപ്പം അരച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വെന്ത വെള്ളരിക്കയിലേക്കാണ്, നമ്മളിപ്പോൾ വേവാൻ വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളരിക്കയിലേക്കാണ് ഇത് ഇടേണ്ടത്. ഇപ്പോൾ വെന്തിട്ടുണ്ട് വെള്ളരിക്ക. ഇനിയിപ്പോൾ ഈ അരവ് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയും കൂടി പിഴിഞ്ഞിട്ട് ഒഴിക്കണം. നമ്മളിപ്പം ഈ അരവിൻ്റെ കൂടെ തന്നെ ആ പുളി വെള്ളവും ചേർത്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പം നന്നായിട്ട് ഇളക്കി ഒന്ന് തിളക്കാനായിട്ട് വെക്കുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇടണം. അതും കൂടി ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് വേവാനായിട്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണക്ക ചെമ്മീനാണ്. അത് നമ്മൾ വറുത്തിട്ട് നന്നായിട്ട് കഴുകണം, ഇല്ലെങ്കിൽ പൂഴിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 4-5 വെള്ളത്തിൽ കഴുകേണ്ടി വരും. ഇതിപ്പോൾ ഒരു 5 വെള്ളത്തിൽ കഴുകിയിട്ടുള്ളതാണ്. അത് കഴുകിയിട്ട് ഇതിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തിളക്കണം. ഈ ചെമ്മീൻ്റെ രുചി നമ്മളെ കറിയിലേക്ക് ഇറങ്ങി വരണം, എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറി. അപ്പം നന്നായിട്ട് തിളക്കാൻ വെക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ കടുക് താളിക്കുന്നത് പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു. വേറെ വറ്റൽ മുളക് അങ്ങനെ ഒന്നും ഇടുന്നില്ല, ഇത് തന്നെ മതി. അതും ഇട്ട് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പിലയും ഇടാം.
കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കടുക് അധികമായിട്ട് കരിഞ്ഞു പോകാതെ പൊട്ടിയിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നത് കറി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. താളിപ്പ് കറിയിലേക്കല്ല ഒഴിക്കുന്നത്, ഈ താളിക്കുന്നതിലേക്കാണ് നമ്മൾ കറി ഒഴിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കറിയിൽ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുറച്ച് കൂടുതൽ ജാസ്തി ആയിട്ടുണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചീനച്ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുമ്പം ഒന്നും കൂടി ആ വെള്ളം വറ്റും. അപ്പം അതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറി സെർവ് ചെയ്യുമ്പോഴുള്ള ഫൈനൽ ലുക്ക് വരുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ഈ കറിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, വെച്ചിട്ട് ഒന്ന് കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇത് ചോറിന് നല്ലൊരു കറിയാണ്.